നമ്മളിന്നൊരു കൊറിയൻ മാംഗോ പാൻകേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ യെല്ലോ കളറിലുള്ളതും ഉള്ള ഭാഗവും വൈറ്റ് കളറിലുള്ള ഭാഗവും നമ്മൾ ഒന്നിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്ലാസ്സിലോ വീട്ടിലുള്ള ഏതെങ്കിലും കപ്പിലോ നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് സാഫ്രൺ കളറ് 1 പിഞ്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പഞ്ചസാര ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ബാറ്റർ, ഒരുപാട് തിക്കല്ല, എന്നാലും ഒരു ഈ രീതിയിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ ആ ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ തിന്നായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് പാൻകേക്ക്. അപ്പോൾ ഒരുപാട് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ശകലം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് അതൊന്ന് തുടച്ച് എടുക്കാം. നമ്മൾ ആദ്യം മാത്രം ഇങ്ങനെ നമ്മളിത് ഓയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഓരോ പാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഓയിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ തുടച്ച ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്നുകൂടെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആ തവയിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തവി കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ആ തവിയുടെ ഷേപ്പ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ അപ്പച്ചട്ടി ഇങ്ങനെ കറക്കിയെടുക്കുന്നത് രീതിയിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കറക്കിയെടുക്കണം. തവ ഒരുപാട് ചൂടാവാനും പാടില്ല. ചെറിയ തീയിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമുക്ക് 1-2 സെക്കൻഡ് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കണം. സൈഡ് ഇങ്ങനെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് വിടിയിച്ചിട്ട് എടുത്താൽ മതി, പെട്ടെന്ന് ഇളകി വരുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഞാനിങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. ഞാനൊരു ഡിഷിലേക്ക് ഞാൻ തയ്യാറാക്കിയതെല്ലാം ഒരു ഡിഷിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഒരു നല്ലൊരു യെല്ലോ കളറാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇപ്പോൾ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലൊന്ന് സ്റ്റഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാൻ കേക്ക് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം പുറത്ത് കാണത്തക്ക വിധത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. അതായത് പാനിൽ ടച്ച് ചെയ്തിരുന്ന ഭാഗം നമ്മൾ ഉള്ളിലാക്കി ആണിത് റോൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ പൊടിയായി കട്ട് ചെയ്ത മാംഗോ പീസസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പഴുത്ത മാങ്ങ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും കുറച്ച് ക്രീം നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഫ്രാങ്കിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ നമ്മളിത് തയ്യാറാക്കി റോൾ ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ തിന്നായതുകൊണ്ട് ഇതിങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് ഇത് മടക്കി എടുക്കാതെ ഒന്ന് ചെറിയ രീതിയിൽ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യാതെ റോൾ ചെയ്ത് എടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഒരു പാൻ കേക്ക്, ഒരു വലിയ പാൻ കേക്കല്ല ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. വലിയ തവയുണ്ടെങ്കിൽ അതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ദോശയൊക്കെ ഉണ്ടാകും. വലിയ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ
ഉള്ളിൽ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് അവർ കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയിലും അങ്ങനെയും ചെയ്ത് എടുക്കാം. അത് വലിയ പാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയൊക്കെ നടക്കും, അതായത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വലിയ പാൻ കേക്ക് ഉണ്ടാക്കി നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി തണുപ്പിച്ചിട്ട് വേണം അത് കഴിക്കാൻ. ഇപ്പോൾ ഇത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കാണുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് തണുത്ത് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. വളരെ ടേസ്റ്റിൽ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസിയാണ്. മാങ്ങയുടെ സീസണാണ്, ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.